അല്ലാഹുവേ, അവരുടെ ബർസഖിയായ ലോകം നീ ഖൈറിലാക്കി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഇൻഷാ അല്ലാഹ് റമദാനിന് മുമ്പുള്ള അവസാനത്തെ ക്ലാസ് ആയിരിക്കും ഇന്ന്. അടുത്ത വെള്ളിയാഴ്ച ഏതായാലും ഇശാസ്കാരം കഴിഞ്ഞിട്ട് നമുക്ക് ക്ലാസ് ഉണ്ടായിരിക്കുന്നതല്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് ഞായറാഴ്ച ക്ലാസ് ആരംഭിക്കണം. അത് ഞാൻ ക്ലാസ്സിൻ്റെ അവസാന ഭാഗത്ത് പറയാം. അഥവാ വിട്ടുപോവുകയാണെങ്കിൽ ഒന്ന് ഓർമ്മിപ്പിക്കണം. നാളെ ഇൻഷാ അല്ലാഹ് നിലാവ് കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ശനിയാഴ്ച വൈകുന്നേരം നിലാവ് കണ്ടാൽ ഞായറാഴ്ച നമുക്ക് നോമ്പ് ഒന്നായിരിക്കും. ഇനി അഥവാ നാളെ നിലാവ് കണ്ടില്ല എങ്കിൽ തിങ്കളാഴ്ച ഉറപ്പായിട്ടും ഒന്നായിരിക്കും. അപ്പം ഞായറാഴ്ച തന്നെ ഉറപ്പാകും എന്നുള്ളതാണ് എൻ്റെ ഒരു ധാരണ. കാരണം ചന്ദ്രൻ 20 ചില്ലാനും മിനിറ്റുകളോളം ഉദിച്ചു നിൽക്കുമെന്നാണ് വാന നിരീക്ഷണ കേന്ദ്രങ്ങളിൽ നിന്നൊക്കെയുള്ള അറിവ് പ്രകാരം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഒരു രാത്രിയുടെ കഴിഞ്ഞാൽ നാളത്തെ രാത്രി നമ്മളിലേക്ക് വരാനുള്ളത് വിശുദ്ധമായ റമളാൻ ശരീഫാണ്. അല്ലാഹു തആല ഈ വർഷത്തെ ആ പുണ്യകരമായ മാസത്തിൽ അവൻ പൊരുത്തപ്പെടുന്ന നല്ല അമലുകളുമായി ഏർപ്പെട്ട് ആഖിറം വിജയിക്കുന്നവരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് സ്വല്പനേരം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇന്ന് ജുമഅക്ക് ഞാൻ സൂചിപ്പിച്ച ആ ആയത്തിന്റെ ലഘുവായിട്ടുള്ള ഒരു വിവരണം സഹോദരിമാർക്ക് വേണ്ടി. അതിനുശേഷം വിശുദ്ധമായ റമളാൻ ശരീഫ് വന്നാൽ എന്തൊക്കെയാണ് അതിന്റെ ശ്രേഷ്ഠത, നാം അന്ന് ചെയ്യുന്ന അമലുകൾക്ക് എന്തെല്ലാം മഹത്വകരമാണ് അല്ലാഹു തആല വെച്ചിട്ടുള്ളത്, റമളാനിൽ നോമ്പനുഷ്ഠിച്ചവർക്കുള്ള പ്രതിഫലം എന്താണ്, റമളാനിൽ ഒരു കാരണവുമില്ലാതെ നോമ്പ് ഒഴിവാക്കിയാൽ അവർക്ക് എന്താണ് ശിക്ഷ, ഇങ്ങനെയൊക്കെയുള്ള റമളാനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് സ്വല്പനേരം നിങ്ങളുടെ ശ്രദ്ധയിൽ ഓർമ്മപ്പെടുത്തുന്നത്. അല്ലാഹു തആല പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കാൻ എനിക്കും നമുക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ ഇന്ന് ജുമുഅക്ക് ഞാൻ സൂചിപ്പിച്ചതുപോലെ അല്ലാഹു തആല നോമ്പ് നോൽക്കാൻ വേണ്ടി അവന്റെ ഉമ്മത്തുകളിൽ കൽപ്പിക്കുന്നത് എല്ലാവരോടുമല്ല. അപ്പൊ ആദ്യമായി ഈ ആയത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ നോമ്പ് അനുഷ്ഠിക്കാൻ നമ്മൾ യോഗ്യരാണോ എന്ന് നമ്മൾ ആലോചിക്കണം. യോഗ്യരല്ല എങ്കിൽ ആദ്യമായി യോഗ്യരാവാനുള്ള പണി നമ്മൾ എടുക്കണം. യോഗ്യമായ ശേഷമാണ് അല്ലാഹു തആല ഈ ഇബാദത്ത് നമ്മളോട് ചെയ്യാൻ നിർദ്ദേശിക്കുന്നത് എന്ന ബോധം നമുക്കുണ്ടാവണം. ഖുർആൻ പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ. ഖുർആനിന്റെ 2 അഭിസംബോധന രീതിയുണ്ടെന്ന് നിങ്ങളോട് പലപ്പോഴും ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ഒന്ന് യാ അയ്യുഹന്നാസ്, ജനങ്ങളെ എന്ന് പറയും ഖുർആൻ. ഇവിടെ പക്ഷേ പറയുന്നത് ജനങ്ങളെ എന്നല്ല, യാ അയ്യുഹൽ മുഅ്മിനൂൻ, യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളായിട്ടുള്ളവരെ, മുഅ്മിനീങ്ങളായിട്ടുള്ളവരെ. കുതിബ അലൈക്കുമുസ് സിയാമു, നോമ്പിനെ നിങ്ങൾക്ക് ഫർളാക്കപ്പെട്ടിരിക്കുന്നു. കമാ കുതിബ അലല്ലദീന മിൻ ഖബലിക്കും, നിങ്ങളുടെ മുമ്പുണ്ടായിരുന്നവർക്ക് നോമ്പിനെ ഫർളാക്കപ്പെട്ടതുപോലെ. എന്തിനാണ് നോമ്പ്? ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ മുത്തഖീങ്ങളാവാൻ വേണ്ടി എന്ന് ഖുർആൻ. 3 കാര്യമാണ് ഈ ആയത്തിലൂടെ അല്ലാഹ് പറയുന്നത്. ഒന്ന്, ആരോടാണ് നോമ്പ് നോൽക്കാൻ കൽപ്പിക്കുന്നത്? സഹോദരിമാര് ശ്രദ്ധിക്കണം, മുഅ്മിനീങ്ങളോടാണ് നോമ്പ് നോൽക്കാൻ കൽപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ മുഅ്മിനീങ്ങളാണോ എന്നൊന്ന് പരിശോധിക്കണം. അതെങ്ങനെയാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസ് നമുക്ക് പഠിക്കാം. അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി, യഥാർത്ഥ മുസ്ലിം അഥവാ സത്യവിശ്വാസി, മുഅ്മിനായ ആൾ. മൻ, ചില ആളുകളാണ്. സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി, അവന്റെ കയ്യിൽ നിന്നും നാവിൽ നിന്നും മറ്റുള്ളവർ രക്ഷപ്പെട്ടിരിക്കുന്നു. അങ്ങനെയുള്ള ആളുകളാണ് യഥാർത്ഥ മുസ്ലിം അഥവാ മുഅ്മിൻ. അല്ലാഹു തആല അതിൽ പെടാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. സഹോദരിമാരെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. നബി തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസ് ഉണ്ടല്ലോ,
ഒരാൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടന്നു എന്നുള്ളതല്ലാതെ അവന്റെ നോമ്പ് കൊണ്ട് അല്ലാഹു തആലാക്ക് ഒരു നേട്ടമല്ല, ഒരു ഉപകാരമില്ലാത്ത ഒരു നോമ്പുകാരുണ്ട്. ആരാണ്? നാവിനെ അടക്കി വെക്കാത്തവൻ, കണ്ണിനെ അടക്കി വെക്കാത്തവൻ, ചെവിയെ അടക്കി വെക്കാത്തവൻ. ഇവനൊക്കെ വൈകുന്നേരം മുതൽ മറ്റൊരാളെ കുറ്റവും പരദൂഷണവും പറഞ്ഞു നടക്കുന്നവൻ. ഇവൻ വെള്ളവും ഭക്ഷണവും ഒഴിവാക്കുന്നു എന്നതിൽ അള്ളാഹ്ക്ക് ഒരു താല്പര്യമില്ല, ആ നോമ്പിന് ഒരു ഫലമില്ല. അപ്പൊ ഇന്ന് തന്നെ മനസ്സിലാക്കാലോ. ആ ഹദീസും ഈ ഹദീസും ചേർത്ത് വെച്ച് നോക്കൂ. വെറും പട്ടിണി കിടക്കല് മാത്രമാവും നോമ്പ് എപ്പോ നാവിനെയും അവന്റെ കയ്യിനെയും അവൻ സൂക്ഷിച്ചില്ല എങ്കിൽ. കൈ എന്നുള്ളത് അത് കായികമായിട്ട് ഒരാളെ ആക്രമിക്കുന്നതിനുള്ള ഒരു ആലങ്കാരിക പ്രയോഗമാണ്. ഇന്നിപ്പോ നമുക്ക് ആ നബിതങ്ങൾ കൈ തന്നെ പറഞ്ഞു അല്ലേ? ഇപ്പൊ ഫോണിലൂടെ ഒക്കെ തോണ്ടി വിടുകയാണല്ലോ ഓരോ വിഷയം ഷെയർ ചെയ്യുക. അതൊരാൾക്ക് ഉപകാരമുള്ളതാണോ ഉപദ്രവമുള്ളതാണോ ഹക്കാണോ ബാത്തിലാണോ അതൊന്നും നോട്ടമല്ലോ. നമുക്ക് വന്ന അടുത്തയിലേക്ക് സെൻഡ് ചെയ്യും. ഇങ്ങനെ കൈ കൊണ്ടുള്ള ഉപദ്രവം അതാണ്. ഇന്നിപ്പോ നമുക്ക് ഉപദ്രവിക്കണം എന്നുണ്ടെങ്കിൽ പഴയ കാലത്ത് ഏതെങ്കിലും കടയുടെ ഫ്രണ്ടിൽ പോയി ബെഞ്ചുമേരുന്ന് പോലെ നുണ പറയണായിരുന്നു. ഇപ്പൊ അതൊന്നും വേണ്ട. ഒറ്റയടിക്ക് ലക്ഷക്കണക്കായ ആളുകളെ കൊണ്ട് നിസ്സാരമായിട്ട് നമുക്ക് നുണ പറയിപ്പിക്കാം. നമ്മളുടെ ആശയം എല്ലാവരെയും പറഞ്ഞു ഫലിപ്പിക്കാം. ഒറ്റ തോണ്ടല് മതി. ഇങ്ങനെ കൈ കൊണ്ടും നാവ് കൊണ്ടുമുള്ള ഉപദ്രവത്തിൽ നിന്ന് മറ്റുള്ളവർ രക്ഷപ്പെടുന്നില്ല എങ്കിൽ അവൻ യഥാർത്ഥ മുസ്ലിമല്ല, മുഅ്മിനല്ല. അതുകൊണ്ട് നമ്മൾ യഥാർത്ഥ മുസ്ലിം ആവണം ആദ്യമായി. അങ്ങനെ മുസ്ലിമായ ഒരാളോടാണ് അല്ലാഹു പറയുന്നത്, മുൻഗാമികൾക്ക് നോമ്പ് ഫർളാക്കപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്കും നോമ്പ് ഫർളാണ് ജനങ്ങളെ, ലഅല്ലകും തത്തഖൂൻ. നിങ്ങൾ മുത്തഖീങ്ങളാവുന്നതിന് വേണ്ടിയാണ് നോമ്പ്. മുത്തഖി ആരാണ് ഞാൻ പറഞ്ഞല്ലോ. പരലോകത്ത് അല്ലാഹു തആല നമ്മളോട് ചോദ്യം ചോദിക്കുമ്പോ നമുക്ക് എതിരായി വരുന്ന എല്ലാ കാര്യങ്ങളെയും സൂക്ഷിച്ച് ജീവിക്കുക, അതാണ് മഹാന്മാര് മുത്തഖീങ്ങൾ എന്ന് പറയുന്നതിനുള്ള അർത്ഥം. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർ. പരലോകത്ത് നമ്മളോട് ചോദ്യം ചെയ്യും അല്ലാഹു തആല ഓരോ കാര്യവും. അപ്പൊ നമുക്ക് എതിരായിട്ട് ഏതെല്ലാം കാര്യങ്ങൾ വരുന്നോ അതിനെയൊക്കെ ദുന്യാവിൽ സൂക്ഷിച്ച് ജീവിക്കുന്ന ഒരു മാനസിക അവസ്ഥയിലേക്ക് ഒരു മനുഷ്യനെ എത്തിക്കുക, അതിനാണ് അല്ലാഹു തആല നോമ്പിനെ ഫർളാക്കപ്പെട്ടിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു തആല ആ വിഭാഗത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ ഈ ആയത്തിന് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നമ്മളൊന്ന് അർത്ഥം വെച്ച് എൻ്റെ ഉമ്മമാരെ നമ്മളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയ പുറകോട്ട് കഴിഞ്ഞ കൊല്ലം നമ്മൾ നോമ്പ് പിടിച്ചിട്ടില്ലേ? ആ നോമ്പ് പിടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ നോമ്പ് കാലത്ത് വല്ലാതെ ആരും ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. വീട്ടിലെത്തി കഴിഞ്ഞാൽ നമ്മുടെ ടിവിയുടെ സ്ക്രീനിന്റെ പുറത്തൊക്കെ എന്തുണ്ടാവും, ഒരു മുസല്ലയോ ഒരു പുറത്തോ വെച്ച് മൂടിയിട്ടുണ്ടാവും. ചിലവരത് തിരിച്ചു വെച്ചിട്ടുണ്ടാവും നോമ്പ് കഴിയണത് വരെ. നോമ്പ് കഴിഞ്ഞ അന്ന് തന്നെ, പെരുന്നാളിന്റെ അന്ന് തന്നെ അതൊക്കെ ഫുള്ള് ഖളാ കിട്ടും. അപ്പൊ നമ്മളെ നോമ്പ് ശരിയായിട്ടില്ല എന്നാ ഈ പറഞ്ഞതിനർത്ഥം. പരലോകത്ത് അല്ലാഹു തആല ചോദ്യം ചെയ്യുന്ന എല്ലാ കാര്യത്തെയും സൂക്ഷിച്ച് ജീവിക്കുന്ന ഒരു മാനസികമായ അവസ്ഥയിലേക്ക് ഒരു മനുഷ്യനെ അല്ലാഹു തആല മാറ്റുക. ആ ഒരവസ്ഥയിലേക്ക് ഒരാൾ എത്തുക, അതിനാണ് നോമ്പ്. അപ്പൊ ഓരോ വർഷവും പിന്നെന്തിനാ അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷവും അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷവും ഇങ്ങനെ ഒരു മാനസിക അവസ്ഥയിലേക്ക് എത്തണം ഓരോ ആളുകളും അവന്റെ നോമ്പ് കൊണ്ട്. അതിനാണ് നോമ്പ്. അപ്പൊ ഇവിടെ നമ്മൾ ചിന്തിക്കണം, ഇങ്ങനെ ഒരവസ്ഥയിലേക്ക് മുൻകാലങ്ങളിലുള്ള നോമ്പ് കൊണ്ട് നമ്മൾ എത്തിയില്ല എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നാളത്തെ ദിവസം കഴിഞ്ഞാൽ നമ്മളിലേക്ക് വരുന്ന ഈ വിശുദ്ധ റമളാനിലെ ഈ നോമ്പ് കൊണ്ടെങ്കിലും അതിലേക്ക് എത്താനുള്ള ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അതാണ് ആമുഖമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പൊ നമ്മൾ നോമ്പ് അനുഷ്ഠിക്കാൻ യോഗ്യരാണോ എന്ന് നോക്കണം. അഥവാ നാവ് കൊണ്ടും കൈ കൊണ്ടും ഒരാളെയും നമ്മൾ ഉപദ്രവിക്കാതിരിക്കുക. അപ്പൊ നമ്മൾ മുഅ്മിനീങ്ങളാകും. അപ്പൊ നമ്മൾ നോമ്പ് അനുഷ്ഠിക്കാനുള്ള ക്വാളിറ്റി ഉള്ളവരായി. അത് കഴിഞ്ഞ് നമ്മൾ നോമ്പ് അനുഷ്ഠിക്കുന്നു. അതെന്തിനു വേണ്ടിയാണ്? അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ വേണ്ടിയാണ്. ഇത് ഉണ്ടാവണം നമ്മളെ ഈ നോമ്പ് കൊണ്ട്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി നോമ്പുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം.
ബഹുമാനപ്പെട്ട തഴവ മുഹമ്മദ് കുഞ്ഞു മൗലവി എന്ന് പറയുന്ന വലിയൊരു പണ്ഡിതനുണ്ട്. അദ്ദേഹം വഫാത്തായി. അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ബർസഖിയായ ലോകം സന്തോഷത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. മഹാനവറുകളുടെ അൽ മവാഹിബുൽ ജലിയ എന്ന് പറയുന്ന ഒരു പദ്യരീതിയിൽ ഒരുപാട് ഇസ്ലാമിന്റെ നിയമങ്ങൾ പറയുന്ന ഒരു കിതാബുണ്ട്. അതൊക്കെ മലയാളത്തിലാണ്. അൽ മവാഹിബുൽ ജലിയ എന്നാണ് ഇതിന്റെ പേര്. കവിതകളൊക്കെ ഇഷ്ടമുള്ള ആളുകൾ ഇതൊക്കെ ഒന്ന് മേടിച്ച് വായിക്കുകയാണെങ്കിൽ ഒരുപാട് അറിവുകൾ ഓരോ വിഷയത്തെക്കുറിച്ച് മഹാനവറുകൾ പറയുന്നുണ്ട്. മഹാൻ സൂചിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് സ്വല്പനേരം നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. സൗമു റമളാൻ എന്ന അധ്യായത്തിൽ മഹാനവറുകൾ പറയുന്നത്, മഹാനവറുകൾ പറയാന്ന് പറഞ്ഞാൽ ഇത് തഴവ ഉസ്താദിന്റെ വകയല്ല. ഹദീസിലും ഖുർആനിലും കിതാബുകളിലും പറഞ്ഞു വെച്ച കാര്യങ്ങൾ ഒരു കവിതാ രീതിയിൽ മഹാൻ നമുക്ക് വിശദീകരിച്ചു തരികയാണ്. ഈ പറയുന്ന കാര്യം എവിടെയുണ്ട് എന്നും ഏത് കിതാബിൽ ഏത് ഇമാമ് പറഞ്ഞു അതിന്റെ പേജ് നമ്പർ അടക്കം മഹാനവറുകൾ നമുക്ക് പറഞ്ഞു തരും. അല്ലാഹു തആല മഹാന്റെ ദറജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. അപ്പൊ നോമ്പിനെ കുറിച്ച് മഹാൻ പറയുകയാണ്, ഫറളാണ് റമളാൻ നോമ്പ് എന്ന് നീ അറിയണേ, ഒഴിക്കുന്നതും വൻ കുറ്റമാണെന്നോർക്കണേ. ബദനിന്റെ അമലിൽ അഫ്ളലും നിസ്കാരമാ, പിന്നീട് ശ്രേഷ്ഠതയുള്ള അമലത് നോമ്പുമാ. 4 വരി. ഇപ്പൊ എന്താ അതിലെ മഹാൻ പറയുന്നത്? നോമ്പ് നമുക്കെല്ലാവർക്കും ഫറളാണ് എന്നറിയണം. നോമ്പ് ഒഴിവാക്കൽ വലിയ കുറ്റമാണ് എന്നും നീ മനസ്സിലാക്കണം. ബദനിന്റെ അമല്, ബദൻ എന്ന് വെച്ചാൽ ശരീരം എന്നാണ്. ശരീരം കൊണ്ട് ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് നിസ്കാരമാണ്. അതാണ് ശരീരം കൊണ്ട് ചെയ്യുന്ന ഏറ്റവും വലിയ അമല് നിസ്കാരമാണ്. ഹജ്ജൊന്നുമല്ല, 5 വക്ത് നിസ്കാരമാണ് ശരീരം കൊണ്ട് ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത്. അത് കഴിഞ്ഞാൽ പിന്നീട് 2ാം സ്ഥാനത്തുള്ളതായ അമൽ അത് നോമ്പാണ്. ബദനിന്റെ അമലിൽ അഫ്ളലും നിസ്കാരമാ, പിന്നീട് ശ്രേഷ്ഠതയുള്ള അമലത് നോമ്പുമാ. അപ്പൊ ഏറ്റവും ശ്രേഷ്ഠമുള്ളത് നിസ്കാരം. അത് കഴിഞ്ഞാൽ പിന്നെ ശരീരം കൊണ്ട് ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് വിശുദ്ധമായ നോമ്പ് തന്നെയാണ്. റമളാന്റെ നോമ്പ് നമുക്ക് മാത്രം തന്നതാ, ഇത് ഹിജ്റ 2 തന്നെ അബുൽ ബശർ ആദം മുതൽ നോമ്പുള്ളതാ. റമളാന്റെ നോമ്പ് നമുക്ക് മാത്രം തന്നതാ. അബുൽ ബഷർ ആദം നബി അലൈഹി ഇസ്ലാമിന്റെ കാലം മുതൽക്കേ നോമ്പുണ്ട്. പക്ഷേ റമളാനിൽ 30 ദിവസവും നോമ്പനുഷ്ഠിക്കുക, അല്ലെങ്കിൽ റമളാൻ മാസം മുഴുവൻ നോമ്പനുഷ്ഠിക്കുക എന്ന ഒരു ഇബാദത്ത് നമ്മുടെ ഉമ്മത്തിന് മാത്രമാകുന്നു എന്ന് മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ ഖുർആനിൽ നേരത്തെ നമ്മൾ ഓതി, മുൻഗാമികൾക്ക് നോമ്പ് ഫർളാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും ഫർളുണ്ട്. നമുക്കുള്ള റമളാനിലെ ഈ നോമ്പ് പോലെയായിരുന്നില്ല അവരുടെ നോമ്പ്. മുൻഗാമികൾക്ക് നിസ്കാരം ഉണ്ടായിരുന്നു, പക്ഷെ അത് 5 വക്തില്ല. 1 വക്ത്, അസർ ഒരു നബിക്ക്, ളുഹർ മറ്റൊരു നബിക്ക്, മഗ്രിബ് മറ്റൊരു നബിക്ക്. ഇങ്ങനെ ഓരോ വക്തുകളും ചില പ്രത്യേക നിസ്കാരങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ദിവസം 5 സമയങ്ങളിൽ നമ്മൾ ചെയ്യുന്നത് പോലെയുള്ള നിസ്കാരം നമ്മുടെ ഉമ്മത്തിന് മാത്രമായതുപോലെ, മുൻഗാമികൾക്കില്ലാതിരുന്നത് പോലെ ആദം നബിയുടെ കാലം മുതൽക്ക് തന്നെ നോമ്പുണ്ടെങ്കിലും റമളാൻ 30 ദിവസവും അല്ലെങ്കിൽ റമളാൻ മാസം മുഴുവൻ നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തുകൾക്ക് മാത്രം പ്രത്യേകമാക്കപ്പെട്ടതാണ്. മഹാന്മാര് പറയുന്നത്, പരിശുദ്ധ മാസത്തിന്റെ ആദ്യം തന്നെയായി സ്വർഗത്തിനുള്ള അബ്വാബുകൾ തുറക്കുന്നതാ. പരിശുദ്ധ മാസത്തിന്റെ ആദ്യം എന്ന് പറഞ്ഞാൽ നാളെയാണ് ആദ്യം. ഞായറാഴ്ച നോമ്പാണെങ്കിൽ നാളെ മഗ്രിബിയോടുകൂടെ തന്നെ സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്നു. അല്ലാഹു അതിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ മാസത്തിന്റെ ആദ്യം തന്നെയായി സ്വർഗത്തിനുള്ള അബ്വാബുകൾ തുറക്കുന്നതായി, ജഹന്നമിന്റെ അബ്വാബുകൾ അടക്കപ്പെടും, ശൈത്വാന ശൃംഖല കൊണ്ട് പൂട്ടിയിടപ്പെടും. സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കുകയും
നരകത്തിന്റെ കവാടങ്ങളെ അടക്കപ്പെടുകയും പിശാചിനെ കെട്ടിയിടപ്പെടുകയും ചെയ്യും എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ തിരുവചനങ്ങളിലൂടെ പറഞ്ഞ സംഭവം ഒരു കവിതാ രീതിയിൽ മഹാൻ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. എന്നാ പിന്നെ ശൈത്താനെ കെട്ടിടുന്നുണ്ടെങ്കിൽ ഈ മുസ്ലിമായ ആളുകൾ പിന്നെയും കുറെ ആൾക്കാർ നോമ്പനി ഒഴിവാക്കുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ. അതെന്താ അങ്ങനെയാണ് അല്ലേ? ഒറിജിനൽ ശൈത്താന്മാരെ കെട്ടിടുള്ളൂ, മനുഷ്യന്മാരിലുള്ള ശൈത്താന്മാരെ കെട്ടിടില്ല. ഓലെ തുറന്നു കൊടുക്കും. റമദാൻ മാസത്തിൽ സാധാരണ ആളുകൾ പള്ളിയിൽ ഉണ്ടാകുന്നതിലേറെ ആളുകൾ പള്ളിയിലുണ്ടാകും. സാധാരണ തിന്മ ചെയ്യുന്നവരിൽ നിന്നൊക്കെ റമദാൻ മാസത്തിലെങ്കിലും ആ തിന്മ ചെയ്യാതെ ആളുകൾ വിട്ടുനിൽക്കും. ഇതൊക്കെ ശൈത്താന്റെ പ്രേരണ കൊണ്ട് തന്നെയാണ്. പക്ഷെ ഈ ഒരു അവസ്ഥ റമദാൻ കഴിഞ്ഞാലും കണ്ടിന്യൂ ചെയ്യാൻ ഒരു മനുഷ്യന് കഴിയണം. അത് കഴിയാതിരിക്കുമ്പോഴാണ് നോമ്പ് കൊണ്ടുള്ള ലക്ഷ്യം അവന് നേടാതെ ആയി പോകുന്നത്. അല്ലാഹു തആല യഥാർത്ഥ നോമ്പുകാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനിയോ റമദാനിലെ നോമ്പ് ഒരാൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അവർക്കുള്ള പ്രതിഫലം എന്താണ്? ഇപ്പൊ നല്ല ചൂടാണ്, ഫെബ്രുവരി ലാസ്റ്റ് ആണെങ്കിലും ഇന്നൊക്കെ നല്ല ചൂടാണ്. അങ്ങനെ വേവുന്ന രീതിയിലുള്ള ചൂടുണ്ട്. ഈ ദാഹമുള്ള സമയത്തൊക്കെ ദാഹം സഹിച്ചുകൊണ്ട്, വിശപ്പ് സഹിച്ചുകൊണ്ട്, ക്ഷീണം വകവെക്കാതെ ഒരാൾ അല്ലാഹുവിന് വേണ്ടി നോമ്പനുഷ്ഠിച്ചാൽ, റമദാന്റെ നോമ്പനുഷ്ഠിച്ചു നല്ലൊരു രീതിയിൽ പൊറുക്കപ്പെടും അവൻ ചെയ്തതും മുൻകാലങ്ങളിൽ എന്നുള്ളതും നബി മുസ്തഫ പറയുന്നതാ. അബൂ ഹുറൈറയിൽ നിന്ന് റിപ്പോർട്ടുള്ളതാ. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി തങ്ങൾ വിശദീകരിക്കുകയാ, റമദാനിൽ നല്ല രീതിയിൽ ഒരാൾ നോമ്പനുഷ്ഠിച്ചാൽ, നല്ല രീതിയിൽ എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ നോമ്പനുഷ്ഠിച്ചു, ആ നോമ്പ് ബാത്തുലാകുന്ന കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്തില്ല, പറഞ്ഞില്ല, ചിന്തിച്ചില്ല, കണ്ടില്ല, കേട്ടില്ല. നല്ല രീതിയിലുള്ള നോമ്പനുഷ്ഠിച്ചാൽ പൊറുക്കപ്പെടും അവൻ ചെയ്തതും മുൻകാലങ്ങളിൽ അവൻ ചെയ്തു പോയ പാപങ്ങളെല്ലാം ഒരു നോമ്പ് കൊണ്ട് അല്ലാഹു തആല പൊറുക്കപ്പെടും എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലും വലിയൊരു ഓഫറിന് എന്താ വേണ്ടേ? നമ്മളൊക്കെ ഒരുപാട് അപാകതകൾ ചെയ്യുന്നവരാണ്. അറിഞ്ഞും അറിയാതെയൊക്കെ ചെയ്തു പോയിട്ടുണ്ടാകും. എന്നാൽ മനസ്സറിഞ്ഞുകൊണ്ടുള്ള ഒരു നോമ്പ് പിടിച്ചാൽ അവന്റെ കഴിഞ്ഞു പോയ പാപങ്ങളൊക്കെ അല്ലാഹു തആല പൊറുക്കപ്പെടുമെന്നാണ്. ഇത് ചെറുത് വലുതെന്നൊന്നും പറഞ്ഞിട്ടില്ല. പാപങ്ങൾ പൊറുക്കാനുള്ള മാസമാണ് വിശുദ്ധമായ റമദാൻ. അതിന് നമ്മൾ ഉപയോഗപ്പെടുത്തണം എന്നുള്ളത് മാത്രം. ഇനിയോ ഒരു കാരണം കൂടാതെ റമദാൻ മാസമിൽ ഒരു നോമ്പൊഴിച്ചാൽ എത്ര നഷ്ടം ഉണ്ടതിൽ. ഒരു വർഷ നോമ്പനുഷ്ഠിച്ചതിനു നീ പകരമായി അതു തുല്യമല്ലെന്ന ഹദീസിൽ വ്യക്തമായി. ഇത് ബൈഹഖി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാ. തുർമുദിയിലും ഇത് നോക്കിയാൽ കാണുന്നതാ. ഇമാം തുർമുദി, ഇമാം ബൈഹഖി ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്താ പറയുന്നത്? ഒരു കാരണവുമില്ലാതെ ഒരാൾ ഒരു നോമ്പ് ഒഴിവാക്കിയാൽ അതിന് പകരമായി ഒരു നോമ്പ് പിടിച്ചു വീട്ടിയാൽ മതി, ഖളാ വീട്ടിയാൽ മതി. അതൊക്കെ ശരീഅത്തിന്റെ നിയമങ്ങളാണ്. പക്ഷേ അതിന്റെ മഹത്വം നീ മനസ്സിലാക്കിയാൽ ഒരു വർഷക്കാലം ആ ഒരൊറ്റ നോമ്പിന് വേണ്ടി ഫുൾ ടൈം നീ നോമ്പ് പിടിച്ചാലും ആ ഒഴിവാക്കിയ നോമ്പിന് തുല്യമല്ല. ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ കാരണം കൂടാതെ നമ്മൾ നോമ്പ് ഒഴിവാക്കരുത്. ചെറിയ ഒരു ജലദോഷോ ചെറിയ ഒരു പനിയോ, അധിക ആളുകളും ഇവിടെ നോമ്പ് ഒഴിവാക്കി എന്നുള്ളത് ഞാൻ കേൾക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇടയത്താഴത്തിന് എഴുന്നേറ്റില്ല എന്നാണ്. ഇടയത്താഴത്തിന് എഴുന്നേറ്റില്ല എന്നുണ്ടെങ്കിൽ നോമ്പ് ഒഴിവാക്കാം, അങ്ങനെയാണ് ചില ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത്. സുഹൃത്തുക്കളെ, ഇടയത്താഴം കഴിക്കുക എന്നുള്ളത് സുന്നത്താണ്, ശക്തമായ സുന്നത്താണ്. ഒരു ഗ്ലാസ് വെള്ളോ 2-3 ഈത്തപ്പഴമെങ്കിലും ഇടയത്താഴത്തിന് എഴുന്നേറ്റ് നമ്മൾ കഴിക്കണം. ഇനി നമ്മളൊരു 2 മണിക്കൊക്കെയാണ് ഉറങ്ങി കിടന്നതാണ്, നീയത്തൊക്കെ വെച്ചിട്ടുണ്ട്, സുബഹി ബാങ്ക് കൊടുത്തിട്ടാണ് നമ്മൾ എണീറ്റത്. അങ്ങനത്തെ ഒരാൾ, ഒരു കുഴപ്പമില്ലാത്തൊരു മനുഷ്യൻ ഇടയത്താഴത്തിന് എഴുന്നേറ്റില്ല എന്നും പറഞ്ഞ് നോമ്പ് ഒഴിവാക്കുക.
എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട് ചെറുപ്പക്കാർ, ഉസ്താദ് എന്ന് നോമ്പില്ല. എന്തേ? ഇന്നലെ ഇടയത്താഴത്തിന് എഴുന്നേല്ല, ഒരെണ്ണം പൊട്ടിക്കാന്ന് പറഞ്ഞു. ആരോഗ്യമില്ലാത്ത സുഖമില്ലാത്ത ഒരാളൊന്നല്ല ഈ പറയുന്നത്, നല്ല ആരോഗ്യമുള്ള മനുഷ്യന്മാര് തിരുത്തി കൊടുത്തിട്ടുണ്ട്. ഞാൻ വന്ന ആദ്യ നാളുകളിലൊക്കെ അങ്ങനെ കുറെ ആളുകൾ പറയാറുണ്ട്, ചെറുപ്പക്കാര്. അപ്പൊ ഇടയത്താഴത്തിന് എഴുന്നേറ്റില്ലെങ്കിൽ നോമ്പ് വേണ്ട, അങ്ങനെ ചിന്തിക്കല്ലേ. ഇടയത്താഴത്തിന് എഴുന്നേറ്റാലും ഇല്ലെങ്കിലും നോമ്പ് നമ്മൾ ഒഴിവാക്കാൻ പാടില്ല കാരണമില്ലാതെ. ഇനി സഹോദരിമാര്, പ്രായം ചെന്ന ഉമ്മമാര്, ഉപ്പമാര് നോമ്പ് ഒഴിവാക്കി കഴിഞ്ഞാൽ കഠിനമായ രോഗം ഉണ്ടാവും, ഉള്ള രോഗം വർദ്ധിക്കും, അല്ലെങ്കിൽ അവന്റെ ജീവന് തന്നെ അത് ഭീഷണിയായി പോകും. അത്തരം ഘട്ടങ്ങളിലൊക്കെ ഉള്ള ഉമ്മമാരും ഉപ്പമാർക്കൊക്കെ നോമ്പ് ഒഴിവാക്കാം. ആ ഒഴിവാക്കുന്ന ഓരോ നോമ്പിനും ഓരോ മുദ്ദ് വീതം അവർ കൊടുക്കണം അടുത്ത നോമ്പിന്റെ ഇടക്ക്. ഇനി നോമ്പ് ഖളാ വീട്ടാൻ പറ്റുന്ന ആളുകളാണ്, താൽക്കാലികമായ ചില രോഗങ്ങൾ ഉണ്ടായുള്ളൂ, അത് അടുത്ത നോമ്പിന് മുമ്പ് ഖളാ വീട്ടിയാൽ മതി, അവന് ആരോഗ്യം ഉണ്ടാവും എന്നുണ്ടെങ്കിൽ പിന്നെ മുത്തൊന്നും കൊടുക്കണ്ട, ആ നോമ്പ് ഖളാ വീട്ടിയാൽ മതി. എന്നാൽ ഒരു കാരണമല്ല നോമ്പ് ഒഴിവാക്കാൻ. ഇങ്ങനെയുള്ള ചെറിയ ഞൊണ്ടിന്യായങ്ങൾ പറഞ്ഞുകൊണ്ട്, എന്ത് ഇടയത്താഴത്തിന് എഴുന്നേറ്റില്ല, അല്ലെങ്കിൽ ചെറിയൊരു പല്ലുവേദന, ചെറിയൊരു വയറുവേദന, അതൊക്കെ താൽക്കാലികമായി ഒന്നാണ് വിശ്രമിച്ച ശിഫയാകുന്ന ചെറിയ രോഗങ്ങളായിരുന്നു. അങ്ങനെ ഒരു കാരണവുമില്ലാത്ത രീതിയിൽ വെറുതെ ഒരാൾ നോമ്പ് ഒഴിവാക്കി കഴിഞ്ഞാൽ ആ നോമ്പിന് പകരം കൊടുക്കാൻ ഒരു വർഷം മുഴുവൻ നീ നോമ്പ് അനുഷ്ഠിച്ചാലും അതൊന്നും അത് പറ്റുന്നതല്ല എന്നാണ് നബി തങ്ങൾ പറയുന്നത്. വസ്സൗമുലി എന്നാണ് റബ്ബ് പറഞ്ഞത്, അതു തന്നെ മതി മതി, എന്തു ശ്രേഷ്ഠതയാണത്. അല്ലാഹു തആല നോമ്പിനെ കുറിച്ച് പറഞ്ഞത്, ഹജ്ജിനെ കുറിച്ച് പറഞ്ഞത്, എനിക്ക് വേണ്ടി ഹജ്ജ് വസ്സൗമുലി, എനിക്ക് വേണ്ടി എന്ന് അല്ലാഹ് പറഞ്ഞിട്ടില്ല. എന്റേത് എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടില്ല. എന്റെ നോമ്പ് എന്ന് അല്ലാഹു തആല നോമ്പിനെ കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ. എന്റെ നിസ്കാരം, എന്റെ ഹജ്ജ് എന്ന് അല്ലാഹ് പറഞ്ഞില്ല. നോമ്പിനെ കുറിച്ച് മാത്രമാണ് അങ്ങനെ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ നോമ്പിന്റെ മഹത്വം ആ ഒരു വാക്കിൽ നിന്ന് തന്നെ മതി. അസ്സൗമുലി, നോമ്പ് എനിക്കുള്ളതാണ്. വ അന അജ്സി ബിഹി, ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നത് എന്ന് അല്ലാഹു തആല പറഞ്ഞതായി നബി തങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. എന്റെ കുട്ടി, 3-4 കുട്ടിയുള്ള ഒരു മനുഷ്യനും എന്റെ കുട്ടി ഇവിടെ വാ എന്ന് പറഞ്ഞാൽ എന്താ? ആ കുട്ടിയോടൊരു പ്രത്യേക വാത്സല്യം ഉള്ളത് കൊണ്ടാണ്. ഹജ്ജും നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും അല്ലാഹു തആലാന്റെ തൃപ്തിക്കുള്ളതാണ്. എന്നാൽ നോമ്പിനെ കുറിച്ച് അല്ലാഹു പറയുന്നത് അസ്സൗമുലി, നോമ്പ് എനിക്കുള്ളതാണ് എന്നാണ്. ഈ ഒരൊറ്റ വാക്ക് തന്നെ മതി ഈ നോമ്പിന്റെ മഹത്വം മനസ്സിലാക്കാൻ. ഇതാണ് മഹാൻ നമുക്ക് വിശദീകരിച്ചു തരുന്നത്. റമളാന്റെ എല്ലാ രാവിലും ഇത്കുള്ളതാ എന്നും ഹദീസിൽ നോക്കിയാൽ കാണുന്നതാ. റബ്ബോടൊരാൾ ചോദിച്ചു റമളാൻ മാസമിൽ, എന്നാൽ അവൻ മടങ്ങേണ്ടതില്ല നിരാശയിൽ. ഇത് ഇബ്നു ഉമറിൽ നിന്ന് റിപ്പോർട്ടുള്ളതാ. തൊബ്രാനി ബൈഹഖി 2 പേരും മുത്തദാ. തൊബ്രാനി ബൈഹഖി എന്ന് പറയുന്ന 2 ഇമാമുകൾ അവരുടെ കിതാബിൽ നബിതങ്ങൾ പറഞ്ഞതായി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ പറഞ്ഞ സംഭവം മഹാൻ പറയുന്നത് എന്താണ്? റമളാന്റെ എല്ലാ രാവിലും ഇത്കുള്ളതായി, ഇത്ക് എന്ന് പറഞ്ഞാൽ നരകമോചനം. അപ്പൊ എല്ലാ രാവിലും അല്ലാഹു തആല ഒരുപാട് പേരെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കും. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, ആമീൻ. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. അല്ലാഹു അതിൽ ഞങ്ങളെയും നീ ഉൾപ്പെടുത്തണേ റഹ്മാനേ. എല്ലാ രാവിലും നരകത്തിൽ നിന്ന് അല്ലാഹു തആല മോചിപ്പിക്കുമെന്നാണ്. റബ്ബോട് ഒരാൾ ചോദിച്ചു റമളാൻ മാസമിൽ, റമളാൻ മാസമിൽ റബ്ബിനോട് ഒരാൾ ചോദിച്ചാൽ, എന്നാൽ അവൻ മടങ്ങേണ്ടതില്ല നിരാശയിൽ. എന്നാ പിന്നെ നിരാശയായിക്കൊണ്ട് അവൻ മടങ്ങേണ്ടി വരൂല. അല്ലാഹു തആല അത് അവനിക്ക് നൽകുന്നത് തന്നെ. ഇനി ഒരാൾ നോമ്പ് പിടിച്ചുകൊണ്ട് ഉറങ്ങിയാലോ? നോമ്പുള്ളവന്റെ ഉറക്കം ഇബാദത്താണ്, മിണ്ടാതിരുന്നാൽ തന്നെ തസ്ബീഹാണ്. റമളാനിൽ ഒരു സുന്നത്ത് ചെയ്താൽ പിന്നെ മറ്റുള്ളതിൽ ഫർളിന്റെ ഫലമാ പൊന്നേ.
എന്താ മഹാൻ പറയുന്നത്? നോമ്പുള്ള ഒരു മനുഷ്യന്റെ ഉറക്കം ഇബാദത്താണ്. നോമ്പ് പിടിച്ചു, നമുക്ക് കുറച്ച് ക്ഷീണം തോന്നി, കിടന്നുറങ്ങിയാൽ ആ ഉറക്കം ഒരു ഇബാദത്താണ്. ഇനി റമളാനായി നമ്മൾ മിണ്ടാതിരുന്നു, ആ മിണ്ടാതിരിക്കൽ തന്നെ ഒരു തസ്ബീഹാണ്. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്, ഇതാണല്ലോ തസ്ബീഹ്. ഈ തസ്ബീഹ് ഇത് പറഞ്ഞാലല്ലേ കിട്ടുള്ളൂ. എന്നാ നോമ്പുകാരൻ മിണ്ടാതിരുന്നു എന്നാൽ തന്നെ അത് തസ്ബീഹാണ് എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോമ്പ് കാലത്ത് മിണ്ടാതിരിക്കുന്നതന്നെ നല്ലത്. മിണ്ടുമ്പോഴാണ് നോമ്പ് ബാത്തിലാഹുവെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. മിണ്ടുമ്പോൾ നമ്മൾ ഒരാളെ ഇകഴ്ത്തലും കുറ്റം പറയലും ഒരാളെ മോശാക്കലും ഒക്കെ സംസാരങ്ങളിൽ വരും. അതുകൊണ്ട് നോമ്പ് കാലത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാതിരിക്കുക. മിണ്ടാതിരുന്നാൽ തന്നെ അവന് തസ്ബീഹിന്റെ കൂലിയാ. പിന്നെ ഒരാൾ ഒരു സുന്നത്ത് ചെയ്താൽ അവന് ഒരു ഫർള് ചെയ്തതായ പ്രതിഫലമുണ്ട്. സുന്നത്തായ എന്ത് ഒരു നല്ല കാര്യം ചെയ്താലും ഒരു ഫർള് ചെയ്താലുള്ള പ്രതിഫലം അല്ലാഹു തആല അവർക്ക് നൽകും. എന്ന ഫർള് ചെയ്താലോ, ഫർളൊന്ന് ചെയ്താൽ മറ്റു മാസമിൽ 70 ഫരീളത്തും അവൻ ചെയ്ത ഫലമാണുള്ളത്. ഏറ്റുന്നതാണെന്നുണ്ട് റിസ്ഖ മാസമിൽ പൊറുക്കപ്പെടും നീ നോമ്പ് മുറിപ്പിക്കുന്നതിൽ. നോമ്പിന്റെ കൂട്ടര് നാളെ ഖബറിൽ നിന്ന് എഴുന്നേൽക്കുമപ്പോൾ പരിമണം വീശുന്നു. കസ്തൂരിയേക്കാൾ അത്യഭാവായിക്കുള്ളത് എന്നും ഹദീസിൽ തന്നെയാ പറയുന്നത്. പാടുമ്പോ തന്നെ മനസ്സിലാവണില്ലേ ആശയങ്ങൾ കുറെയൊക്കെ? ആദ്യം പറഞ്ഞത് എന്താണ്? ഫറള്, ഒരു ഫറള് ചെയ്താൽ 70 ഫറള് ചെയ്തതായ പ്രതിഫലം കിട്ടും. റമളാനിൽ ഒരു ഫറളായ കാര്യം ചെയ്താൽ. അപ്പൊ നമ്മൾ ളുഹർ ജമാഅത്തായിട്ട് നമ്മൾ നിസ്കരിച്ചു എങ്കിൽ മറ്റു സമയങ്ങളിൽ 70 ഫർള് ചെയ്തതായ പ്രതിഫലം ഒരു ഫർള് നിർവഹിച്ചാൽ അല്ലാഹു തആല തരും. ഏറ്റുന്നതാണെന്നുണ്ട് റിസ്ഖ മാസമിൽ. റിസ്ഖ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭക്ഷണം, ജീവിതത്തിന്റെ അഭിവൃദ്ധി, നമ്മുടെ കച്ചവടങ്ങളിലും ബിസിനസ്സുകളിലൊക്കെ ബറക്കത്ത് അല്ലാഹു തആല മാസത്തിൽ തരും. ചോദിക്കണം അല്ലാഹുവിനോട്. ചോദിച്ചാൽ മോശാവൂല, തട്ടിക്കളയൂല എന്ന് വേറെയും പറഞ്ഞല്ലോ. നമ്മൾ പണിക്കൊന്നും പോകുന്നുണ്ടാവില്ല മറ്റു മാസങ്ങളിലുള്ളത് പോലെ. എന്നാലും റമളാനിൽ നല്ല കുശാലായിട്ട് റാഹത്തായിട്ട് കഴിഞ്ഞു പോകും. അല്ലാഹു തആല അതിന് നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പൊ റിസ്ഖിൽ ബറക്കത്തുണ്ടാകും. പിന്നെ നോമ്പിന്റെ കൂട്ടര് നാളെ ഖബറിൽ നിന്ന് എഴുന്നേൽക്കുമപ്പോൾ പരിമണം വീശുന്നു കസ്തൂരിയേക്കാൾ അത്യഭാവായിക്കുള്ളത് എന്നും ഹദീസിൽ തന്നെയാ പറയുന്നത്. നോമ്പനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അവന്റെ വായ്ക്കൊക്കെ ഒരു ദുർഗന്ധം വരും. എന്നാൽ അവൻ ഖബറിൽ നിന്ന് എണീക്കുന്ന സമയത്ത് പരലോകത്ത് അവന്റെ ഈ വായിൽ നിന്നൊക്കെ കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതായ പരിമണം വീശും എന്ന് നബി തങ്ങളെ ഹദീസിൽ തന്നെ വിശദീകരിക്കുന്നു. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ വിശുദ്ധമായ റമളാനു ശരീഫിൽ ഒരാൾ നോമ്പനുഷ്ഠിച്ചാൽ അത് അല്ലാഹു തആല അവർക്ക് നൽകുന്നു. റമളാന്റെ ശ്രേഷ്ഠത നീ അറിഞ്ഞാൽ പിന്നെ എന്നും അതാകാൻ നീ കൊതിക്കും പൊന്നെ എന്നുള്ളതും നബി മുസ്തഫ പറയുന്നതാ. അദീബിൻ മസൂദ് റിവായത്തുള്ളതാ. റമളാന്റെ മഹത്വം നമ്മൾ അറിഞ്ഞിരുന്നെങ്കിൽ എല്ലാ ദിവസവും നോമ്പായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോകും. അപ്പൊ ലുലുവിൽ പോയാൽ ചില സമയത്ത് രാത്രി 2 മണിക്കൊക്കെയാണ് ഓഫർ വെക്കല്. ആ സമയത്ത് 2 മണിയാണെങ്കിലും എത്രയോ മനുഷ്യന്മാർ അവിടെ വന്നുകൊണ്ട് തിരക്കി അത് മേടിക്കാൻ നിൽക്കണം. എല്ലാ ദിവസവും ഇങ്ങനെ ഓഫർ ഉണ്ടായി എങ്കിൽ എന്ന് വിചാരിക്കും അല്ലെ? പല ആളുകളും അങ്ങനെ വിചാരിക്കാറുണ്ട്. റമളാനിന്റെ മഹത്വം, പരലോകത്തെ കുറിച്ചുള്ള ചിന്തയും അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധവും കൽബിൽ കയറി നടക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ യഥാർത്ഥ നോമ്പിന്റെ മഹത്വം അറിഞ്ഞാൽ പടച്ചവനെ എല്ലാ ദിവസവും നോമ്പായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുമെന്നാണ്. അർശിന്റെ കീഴിൽ നിന്ന് റമളാന്റെ ഔവലിൽ
ഒരു കാറ്റ് വീശുന്നുണ്ട് എന്ന് ഹദീസതിൽ. സ്വർഗത്തിൽ അതിലിലകൾ മുഴുവനും ചലിക്കുന്നതാ. ഹൂറുൽ ഹിസാനത് കണ്ടുടൻ പറയുന്നതാ, യാ റബ്ബനാ നീ നോമ്പുകാരിൽ നിന്ന് ഇണ നൽകണേ ഞങ്ങൾക്കിതില്ലെന്നും. ഒരു നാളെ റമളാൻ നല്ല സുന്ദര രൂപമിൽ റബ്ബിന്റെ മുന്നിൽ വീഴുമെന്ന് സുജൂദതിൽ പറയും ഇലാഹദിനോട് ആരോ നിന്നുടെ ഹക്കൊക്കെയും പാലിച്ചു എന്നാൽ അവരുടെ കൈ നീ പിടിച്ചും കൊണ്ടുവന്നോ ഇന്ന്. തേടി പിടിച്ചുടൻ തന്നെ മുന്നിൽ വന്ന് ചോദിക്കും അപ്പോൾ റബ്ബ് റമളാനോട്, എന്താണ് ഞാൻ ചെയ്യേണ്ടതും ഇവനോട്? തലയിൽ ധരിക്കാൻ താജ് നീ നൽകേണ്ടതാ, കൂടാതെ കയറാനായി ബുറാക്കും വേണ്ടതാ. ഫിർദൗസിനുള്ളിൽ അവനെയും വസിപ്പിക്കണേ, ഹൂറുൽ ഹിസാനയും 1000 നീ നൽകണേ. റമളാൻ ഒന്നായി കഴിഞ്ഞാൽ അർശിന്റെ ഭാഗത്തു നിന്നൊരു ഇളം കാറ്റുണ്ടാകും. സ്വർഗത്തിലെ ഇലകൾ മുഴുവനും അതുകൊണ്ട് ചലിക്കും. അതുകൊണ്ട് സ്വർഗത്തിലെ ഹൂറുൽ ഹിസാനികൾ അല്ലാഹുവിനോട് പറയും, നോമ്പ് നോറ്റതായ ആളുകൾക്കുള്ള ആളുകളായ ഇണകളെ എനിക്ക് നൽകണേ റബ്ബേ എന്ന് പറയും. എന്നൊക്കെ നോമ്പ് അനുഷ്ഠിച്ചിട്ടുള്ളതായ ആളുകൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോഴുള്ളതായ കാര്യങ്ങൾ മഹാനവറുകൾ നബി തങ്ങളുടെ ഹദീത്ത് വിശദീകരിച്ചുകൊണ്ട് നമുക്ക് പറഞ്ഞു തരികയാണ്. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ, ഇതൊക്കെ നമുക്ക് പറഞ്ഞാൽ ഇന്നത്തെ ക്ലാസ്സിലൊന്നും തീരൂല. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്, അധികം നീട്ടി പറയുന്നില്ല. ഇന്നത്തെ നമ്മുടെ ഈ ക്ലാസ്സിലൂടെ നാം മനസ്സിലാക്കുന്ന ഒരു പോയിന്റ്, ഇത്രയും സുന്ദരമായിട്ടുള്ള ഒരു മാസമാണ് നാളത്തത് കഴിഞ്ഞാൽ നമ്മളിലേക്ക് വരാനുള്ളത്. അതിന്റെ രാവും പകലും, രാവ് പകലിനേക്കാൾ പ്രശോഭിതമാണ്, പകല് രാത്രിയേക്കാൾ രാത്രി പകലിനേക്കാൾ എന്ന് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രേഷ്ഠതയുള്ളതാണ് എന്നൊക്കെ മഹാന്മാര് പറയുന്നു. ദുആക്ക് ഉത്തരം കിട്ടുന്ന മാസമാണ്, പൊറുക്കപ്പെടുന്ന മാസമാണ്. ഒന്നാമത്തത് അല്ലാഹു സുബ്ഹാനഹു തആല റഹ്മത്തായി നമുക്ക് തന്നതാണ്. അല്ലാഹുവിനോട് അവന്റെ ഔദാര്യം ചോദിക്കുക, റഹ്മത്ത് ചോദിക്കുക. രണ്ടാമത്തെ മാസത്തിൽ അല്ലാഹുവിനോട് പാപമോചനം തേടുക. മൂന്നാമത്തെ പത്തിൽ അല്ലാഹുവിനോട് നരകമോചനത്തെയും സ്വർഗത്തെയും നമ്മൾ ചോദിക്കുക. ഇതെല്ലാം ചോദിച്ച് റമളാൻ അവസാനിക്കുമ്പോഴേക്ക് അവൻ നോമ്പ് കൊണ്ട് എന്താണോ ലക്ഷ്യമിട്ടത് എന്ന ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താവുന്ന രീതിയിലുള്ള ആളുകളായി നമ്മൾ മാറണം. അല്ലാഹു സുബ്ഹാനഹു തആല അതിനെ നാം ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. പിന്നെ ഇൻഷാ അല്ലാഹ് നാളെ 1-ാം തീയതി അല്ലേ, 2-ാം തീയതി ഒരു ഞായറാഴ്ചയാണ്. അപ്പൊ 2-ാം തീയതി നോമ്പാണെങ്കിൽ അന്ന് ഇനി ഏതായാലും നമുക്ക് ക്ലാസ് വെക്കണ്ട. 2-ാം തീയതി ഈ മറ്റന്നാ ഞായറാഴ്ച നമുക്ക് ക്ലാസ് ഇല്ല. അത് കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ച, പിന്നെ 4 ഞായറാഴ്ച എന്നാലും നമുക്ക് നോമ്പിൽ കിട്ടും ഇൻഷാ അല്ലാഹ്. ആ ഞായറാഴ്ചകളിലൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് ക്ലാസ് വെക്കണം. ഒരു 10 മണിക്ക് വെച്ച, ഒരു 10:30 വെച്ച എല്ലാ ആളുകൾക്കും വന്നൂടെ. രാവിലെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ചെറുതായിട്ടൊന്ന് ഉറങ്ങി, ഇനി വീട്ടിലുള്ള സഹോദരിമാർക്കാണെങ്കിൽ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞ് ളുഹായൊക്കെ കുളിച്ച് നിസ്കരിച്ച് ളുഹായൊക്കെ നിസ്കരിച്ച് ഒരു 10:30 ആകുമ്പോഴേക്ക് നമ്മളിവിടെ വന്നാൽ അധികം ഒന്നും ടൈം ഉണ്ടാവില്ല, 1 മണിക്കൂർ മാത്രം. ഒരു 10:30 നമ്മൾ തുടങ്ങി കറക്റ്റ് ഒരു 11:30 നമുക്ക് അവസാനിപ്പിച്ച് ളുഹ്റാവിന്റെ മുമ്പേക്ക് വെയിൽ ചൂടാകുമ്പോഴേക്ക് നമുക്ക് വീട്ടിലേക്ക് എത്താവുന്ന രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. അങ്ങനെ പോലെ അല്ലേ ഇൻഷാ അല്ലാഹ്. അപ്പൊ ഈ 2-ാം തീയതി ഞായറാഴ്ച ഇല്ല, അത് കഴിഞ്ഞിട്ടുള്ള 4 ഞായറാഴ്ചയും രാവിലെ 10:30 ഇൻഷാ അല്ലാഹ് നമ്മുടെ ക്ലാസ് ആരംഭിക്കും. അപ്പൊ എല്ലാ സഹോദര സഹോദരിമാരും 9-ാം തീയതി ആയിക്കോട്ടെ, 9-ാം തീയതി മുതലുള്ള തുടർച്ചയായിട്ടുള്ള 4 ഞായറാഴ്ച ഉണ്ടാവും നമുക്ക് ക്ലാസ് ഇൻഷാ അല്ലാഹ്. വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. നോമ്പിനെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് മനസ്സിലാക്കിയതും കാര്യമായതുകൊണ്ട് നോമ്പുമായിട്ട് ബന്ധപ്പെട്ടതാവില്ല. അല്ലാത്ത നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ സക്കാത്തൊക്കെ ഒരുപാട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. സക്കാത്തിനെ കുറിച്ചൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് അതിൽ പഠനം നടത്തണം. പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉപകാരമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കണം. താൽക്കാലികമായി കുറച്ച് സമയത്തേക്ക് നമ്മൾ
നമ്മൾ മൊബൈൽ ഫോണിനൊക്കെ ഒരു നിയന്ത്രണം കൊടുത്ത് നല്ല കാര്യവുമായി ബന്ധപ്പെട്ട് മാത്രം അത് ഉപയോഗിക്കാൻ പരിശ്രമിച്ച് പരിശീലിച്ച് ഈ വിശുദ്ധ റമദാൻ നമുക്ക് അനുകൂലമാക്കി തീർക്കാൻ നമ്മളെല്ലാവരും ശ്രമിക്കണം. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഇശാക്ക് ശേഷമുള്ള ക്ലാസ് നോമ്പ് കഴിഞ്ഞാൽ നമുക്ക് രണ്ടു കൂട്ടർക്കും അല്ലാഹു തആല ആരോഗ്യവും ആയുസ്സൊക്കെ തന്നാൽ നമുക്ക് വീണ്ടും തുടങ്ങാം. കാരണം ഈ ക്ലാസ് വലിയ ഒരു ഉപകാരമാണ്. മാത്രമല്ല നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ഇപ്പൊ ഈ പള്ളിക്ക് ചുറ്റും മറവോട്ട് കിടക്കുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട്. നമ്മുടെ ക്ലാസ്സിൽ കൂടിയിരുന്നവരാണ്, മുടങ്ങാതെ എപ്പോഴും വന്നിരുന്ന ആളുകളാണ്. അവർക്കൊക്കെ ദുആ ചെയ്യാതെ നമ്മൾ ഈ ക്ലാസ് തുടങ്ങാറില്ല. അപ്പൊ ഈ ക്ലാസ് നമ്മൾ നിലനിൽക്കുമ്പോൾ എല്ലാ ആഴ്ചയും അവർക്ക് നമ്മൾ ദുആ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഉമ്മമാരെ, നമ്മളൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ മരിച്ചു പോകേണ്ട ആളുകളാണ്. എവിടെയെങ്കിലുമൊക്കെ പള്ളിക്കാടിൽ, പ്രത്യേകിച്ച് ഈ പള്ളിക്കാട്ടിൽ തന്നെ ആയിരിക്കും കൂടുതൽ ആളുകളും കിടക്കേണ്ടി വരിക. അപ്പൊ ഈ ക്ലാസ് നിലനിൽക്കുന്ന കാലം അത്രയും അവരുടെ ആ ഒരു ദുആ, ഇതിൽ കൂടിയ ആളുകളുടെ ഒരു ദുആ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. അല്ലാഹു തആല നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന നല്ല ഒരു തലമുറയെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കറിയാലോ ഇപ്പോൾ സമൂഹത്തിൽ നടക്കുന്ന ചില പൊള്ളരുതായ്മകൾ. ഇപ്പൊ തിരുവനന്തപുരത്ത് നടന്ന ഒരു കൊലപാതകം, ഒരു മുസ്ലിം നാമധാരിയാണ്, ഒരു ചെറുപ്പക്കാരൻ. ആരൊക്കെയാ കൊന്നതെന്ന് ആലോചിച്ച് ഒരു മനുഷ്യന് എങ്ങനെയൊക്കെ കഴിയാ? നമുക്കൊരു ജീവനുള്ള ഒരു ജീവിയെ തന്നെ ചിലപ്പോൾ വലിയ കെണിയിലും കുടുങ്ങി ഒരു എലിയോ മറ്റൊക്കെ ശല്യം കൊണ്ട് നമ്മൾ കെണി വെച്ച് പിടിച്ച് പിന്നെ അതിനൊന്ന് തല്ലിക്കൊല്ലാണെങ്കിൽ തന്നെ നമുക്ക് ഭയങ്കര പ്രയാസം അല്ലേ? തല്ലാൻ തോന്നൂല. ചിലപ്പോൾ ചാക്ക് കെട്ടി അടിക്കാനൊരു, ചിലപ്പോൾ വെള്ളത്തിൽ മുക്കിയൊക്കെ കൊല്ലുന്നവരുണ്ട്. നമുക്കൊരു പ്രയാസമാണ്. അതിനെ നമ്മളെ ഉപദ്രവിക്കുന്ന ജീവിയായിട്ട് പോലും. ഇത് സ്വന്തം ഉമ്മാനെയും വല്യമ്മാനെയും കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനെയും സ്വന്തം കുഞ്ഞ് അനിയനെയൊക്കെ ഈ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊല്ലുക എന്ന് പറഞ്ഞാൽ നമുക്ക് ആലോചിക്കാൻ പറ്റില്ല. ഇതാണ് ഇപ്പോഴത്തെ കോലം. നമ്മുടെ മക്കൾക്കൊക്കെ വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. അതിന് മുമ്പ് നടന്ന നമ്മൾ കൊലപാതകത്തെ കുറിച്ച് മുമ്പ് പറഞ്ഞതാണ്. അതിന്റെ മുമ്പ് അങ്ങനെ തന്നെ പ്രധാനമായിട്ടുള്ള ഇതിന്റെ ഒരു വില്ലൻ എൻ്റെ ഉമ്മമാരെ, ഒന്ന് ലഹരിയാണ്, മറ്റൊന്ന് നമ്മൾ പലിശയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒഴിവാക്കുക, ആഡംബര ജീവിതത്തോടുള്ള ഭ്രമം നമ്മൾ ഒഴിവാക്കുക, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുക. ഇതാണല്ലോ നമ്മളോട് ഇസ്ലാം പറയുന്നത്. ഇസ്ലാം പറയുന്ന ജീവിത രീതി ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു തിന്മയും ഒരു മനുഷ്യനും ചെയ്യാൻ കഴിയില്ല. ഇസ്ലാം പറയുന്ന ജീവിത രീതിയിൽ നിന്ന് നമ്മൾ തെറ്റിയാൽ പിന്നെ അവൻ മനുഷ്യനല്ലാതെയായി പോകും. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് നമ്മളെ മക്കൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ എപ്പോഴും ദുആ ചെയ്യണം. നല്ല മക്കളാവാൻ, പഠിച്ച് ഒരുപാട് വലിയ കാശുണ്ടാക്കി തരാൻ നല്ല നമ്മൾ മക്കൾക്ക് വേണ്ടി തുറക്കേണ്ടത്, സ്വാലിഹായ മക്കളാവാൻ വേണ്ടി തുറക്കുക, അള്ളാനെ പേടിയുള്ള മക്കളാവാൻ വേണ്ടി തുറക്കുക. അത് ദുആ ചെയ്താൽ നമ്മളെ മക്കളെ കൊണ്ട് നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉപകാരം ഉണ്ടാവും. അല്ലാഹു തആല അങ്ങനെയുള്ള മക്കളാക്കി നമ്മുടെ മക്കളെ വളർത്തുമാറാവട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് ഈ മൗലിദ് പാരായണത്തിലേക്ക് ചീരണി കൊണ്ടിരിക്കുന്ന നമ്മുടെ ഇബ്രുക്കയാണ്. അദ്ദേഹത്തിന്റെ മരണപ്പെട്ടുപോയ ഭാര്യയുടെ ബർസഖിയായ ജീവിതം സന്തോഷത്തിലാക്കാൻ വേണ്ടിയാണ്. അല്ലാഹു തആല അത് കബൂലാക്കുമാറാവട്ടെ. അപ്പം അദ്ദേഹത്തെ ഇരുത്തി പറയല്ല, പൊതുവേ ഉള്ള ഒരു കാര്യം, ഭർത്താക്കന്മാര് മരിച്ച് ഭാര്യമാര് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് പിന്നെയും കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം ഈ സ്ത്രീകൾ വീട്ടിൽ തന്നെയാണ്, അവരുമായിട്ട് വീട്ടിൽ നിന്നും അല്ലാതെ പുറത്തിറങ്ങാതെ അതിൻ്റെ ഉള്ളിലൂടെ അങ്ങനെ മക്കളുമായിട്ട് അങ്ങനെ ഇടകി ചെയ്യുന്ന അവർക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു ഭാര്യ മരിച്ച് വേറെ ഒരു കല്യാണം കഴിക്കാതെ ആ വീട്ടിൽ താമസിക്കുന്ന ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു പരീക്ഷണമാണ് അല്ലാഹു തആല ദുനിയാവിന് കൊടുക്കണേ. അല്ലാഹു തആല അതിന് പകരമായി ഇബ്രൂക്കാക്കും ഭാര്യക്കും കുടുംബത്തിനൊക്കെ സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഭർത്താവ് ജീവിച്ചിരിക്കെ ഭാര്യ മരിച്ചുപോയി. ആ ഭാര്യയെ കുറിച്ച് ഈ ഭർത്താവിന് മോശപ്പെട്ടതൊന്നും പറയാനില്ല, നല്ലത് മാത്രമേ പറയാനുള്ളൂ. എങ്കിൽ ആ സ്ത്രീ സ്വർഗത്തിലാണ് എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ഇദാ മാതത്തി ഇംറഅത്തുൻ, ഒരു സ്ത്രീ മരിച്ചുപോയി, വസൗജുഹാ അൻഹാ റാളി, അവളുടെ ഭർത്താവ് അവളെ കുറിച്ച് തൃപ്തവാനാണ്, ഒരു മോശം അവരെ കുറിച്ച് പറയാനില്ല, എങ്കിൽ ആ സ്ത്രീ സ്വർഗത്തിലാണ് എന്നാണ്. അപ്പൊ ആ സ്ത്രീ സ്വർഗത്തിലാവാനുള്ള ഒരു കാരണമാണ് ഭർത്താവ് ജീവിച്ചിരിക്കെ ആ ഭാര്യ മരിച്ചത്.
അപ്പൊ അത് ചെറിയൊരു വിഷമം നമുക്ക് ദുനിയാവിലുണ്ടെങ്കിലും അവർക്ക് പരലോകത്ത് അല്ലാഹു തആല വലിയ ദറജ നൽകും എന്നാണ് ഇതിൽ മനസ്സിലാവുന്നത്. അല്ലാഹു തആല ആ ഭാര്യയുടെ ബർസഖിയായ ജീവിതം ഖൈറിലാക്കി കൊടുക്കുമാറാവട്ടെ. അദ്ദേഹത്തെയും അവരെയും സ്വർഗീയ ലോകത്ത് അല്ലാഹു തആല ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം കൊടുക്കുമാറാവട്ടെ. ഭാര്യമാര് മരിച്ച ഒരുപാട് പേര് ഇവിടെയുണ്ട്. അവരെയൊക്കെ അല്ലാഹു തആല ഈ രീതിയിൽ ബർസഖിയായ ലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പം അദ്ദേഹമാണ് ഇന്ന് നമുക്ക് ചീരണി നൽകിയിട്ടുള്ളത്. അല്ലാഹു തആല അത് കബൂലാക്കുമാറാവട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. روى كعب الأخبار رضي الله عنه لما أراد الله تعالى إظهار النور المخزون وإبراز الجوهر المكنون من عبد الله إلى بطن آمنة أطهر فتاة بالعرب وذلك في ليلة الجمعة من شهر رجب نمر رضوان عليه السلام ففتح أبواب الجنان وتزينت الحور والبلدان ودقت بشائر الأفراح وزهرت كواكب الصباح ونادى مناد بالسماء والأرض ألا إن النور المكنون منه سيد البشر في بطن آمنة قد استقر ولما انتقل نور نبينا محمد صلى الله عليه وسلم من عبد الله إلى بطن آمنة اهتز العرش طربا واستبشارا وزاد الكرسي هيبة ووقارا وامتلأت السماوات أنوارا وضجت الملائكة تهليلا واستغفارا فأصبحت آمنة تلك الليلة والأنوار تلوه في جبهتها المؤتمنة وأمنت به من المخاوف الكامنة وظهرت لانتقال نوره الآيات وتباشرت به جميع المخلوقات ولما حملت به صلى الله عليه وسلم في رجب الحنا بشرت في شعبان بنيل المنى وقيل لها في رمضان لقد حملت بالمطهر من الدنس والخنا وسمعت الملائكة في شوال يبشرونها بالظفر بغاية المنى ورأت الخليل إبراهيم عليه السلام في ذي القعدة وهو يقول لها بشري بصاحب الأنوار والوقار والسناء وأتاها في ذي الحجة موسى الكليم عليه السلام وأعلمها برتبة محمد صلى الله عليه وسلم وجاهه الأسنى وناداها في محرم جبريل عليه السلام بأن وقت ولادتها قد دنا واصطفت الملائكة منزلها في صفر فعلمت أن موعد السرور قد قرب ودنا فلما هل ربيع الأول أضاءت الأرض والسماء وأشرقت البيت والصفا ثم لما جاء وقت الولادة وخرج منشور السعادة وجد بآمنة أمر الولادة وحان بروج شمس السعادة تلألأ الحق نورا الله ونشرت له في الكون أعلام الرضا وإذا بطائر النبي لقد سقط من الهوى فمر بجناحيه على بطن آمنة مسرعا فضربه المخاض ليلة الاثنين الثاني عشر من شهر ربيع الأول وولدت صبيحتها نبي الثقلين صلى الله عليه وسلم وعلى آله وصحبه أجمعين صلى الله صلي وسلم ولد الحبيب السيد المتعبد والنور من وجناته يتوقد يا رب صل منجي الخلائق من جهنم في غدي جبريل نادى في منصة حسنه هذا مليح الكون هذا أحمد يا رب
هذا كحيل الطرف هذا المصطفى هذا جزيل الوصف هذا السيد يا رب صل هذا جميل النعت هذا المرتضى هذا مليح الوجه هذا الأوحد يا رب هذا الذي خلعت عليه ملابس ونفائس فنظيره لا يوجد الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله قالت ملائكة السماء بأسره ولد الحبيب ومثله لا يولد محمد رسول الله لا إله إلا الله لا إله إلا الله محمد رسول الله بشرى لأمته برؤية وجهه هذا هو الجاه العظيم الذي يدعو الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله ولدته مختونا ومكحولا كما قد جاء في الخبر الصحيح المسند الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله صلى عليك الله يا علم الهدى ما ناح طير في الغصون يغرد محمد رسول الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم آمين الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد അർഹമുറാഹിമീനായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹുവേ, ഞങ്ങൾ ഇതുവരെ ഇവിടെ പറഞ്ഞതിനെയും കേട്ടതിനെയും നീ കബൂലാക്കണേ റഹ്മാനെ.
നിന്റെ ഹബീബിന്റെ മദ്ഹ് പറഞ്ഞത് വിശുദ്ധ ഖുർആനിൽ ആയത്തുകളിലൂടെയും ഹദീസുകളിലൂടെയും ഒക്കെ വിശുദ്ധ റമളാനിനെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞത് മുത്തുനബി തങ്ങളുടെ മദ്ഹുകൾ ഞങ്ങളുടെ തഹ്ലീലുകളെ നീ കബൂലാക്കണേ റഹ്മാനെ. പടച്ചവനെ, ഇതിൻ്റെ എല്ലാം ബറക്കത്തുകൊണ്ട് നിന്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ, ഇതൊക്കെ കാരണമായി ഞങ്ങളുടെ ആഖിറം നീ സലാമത്തിലാക്കണേ റഹ്മാനെ. ദുന്യാവും ഞങ്ങൾക്ക് നീ റാഹത്തിലാക്കണേ റഹ്മാനെ. പടച്ചവനെ, ദുന്യാവിൽ കടം കൊണ്ട് വലഞ്ഞവരുണ്ട്, വീടില്ലാത്തവരുണ്ട്, ഒരുപാട് പ്രയാസങ്ങൾ വിഷമം അനുഭവിക്കുന്നവരുണ്ട്. ഞങ്ങളുടെ ദുന്യാവിലുള്ള ജീവിതവും നീ സന്തോഷകരമാക്കണേ റഹ്മാനെ. പടച്ചവനെ, അതിലേറെ ഞങ്ങളെ മരണപ്പെട്ടാൽ ബർസഖിയായ ലോകവും പരലോകവും ഒക്കെ ഞങ്ങൾക്ക് നീ സന്തോഷകരമാക്കണേ റഹ്മാനെ. അറിഞ്ഞും അറിയാതെയും ഒക്കെ രഹസ്യവും പരസ്യമായി ഒരുപാട് അപാകതകൾ ഞങ്ങൾ ചെയ്തവരാണ്. ഗഫൂറായ റബ്ബേ, ഗഫാറായ റബ്ബേ, അതൊക്കെ ഞങ്ങൾക്ക് നീ പുറത്തു തരണേ റഹ്മാനെ. പടച്ചവനെ, ഇനി ഞങ്ങൾ അതൊന്നും ചെയ്യില്ല. ഇനിയുള്ള കാലത്ത് തെറ്റു ചെയ്യാതെ ഞങ്ങൾ ജീവിച്ചോളാം. ചെയ്തു കഴിഞ്ഞത് ഞങ്ങൾക്ക് പുറത്തു തരണേ റഹ്മാനെ. അത് പരസ്യപ്പെടുത്തി ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ നീ വഷളാക്കരുതേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ മാനം കെടുത്താതെ നീ ജീവിപ്പിക്കണേ റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ നീ നിന്യപ്പെടുത്തരുതേ റഹ്മാനെ. അല്ലാഹുവേ, ഇവിടെ ഒരുമിച്ച് കൂടിയ ഓരോ ആട് പെണ്ണുങ്ങൾ അവരുടെ ദുനിയാവിലും ആഖിറത്തിലും ഖൈറ് നൽകണേ റഹ്മാനെ. പടച്ചവനെ, രോഗികളായിട്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹുവേ, അറ്റാക്ക് വന്നുകൊണ്ട് വീടുകളിലും ഹോസ്പിറ്റലുകളിലും ഒക്കെ വിശ്രമിക്കുന്നവരുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ഈ നാട്ടുകാരിൽ ഒരുപാട് കാലമായി ദീനിന് സേവനം ചെയ്യുന്ന മുഹമ്മദ് ഉസ്താദ് ഹോസ്പിറ്റലിലാണ്. അല്ലാഹുവേ, നീ ശിഫയാക്കി കൊടുക്കണേ റഹ്മാനെ. പരിപൂർണ ശിഫ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. എല്ലാ ആഴ്ചയും ക്ലാസ്സിന് വരുന്ന മുഹമ്മദ് അറ്റാക്ക് വന്ന് വീടിൽ വിശ്രമിക്കുകയാണ്. നീ ശിഫയാക്കി കൊടുക്കണേ റഹ്മാനെ. അടുത്ത ദിവസം ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു റബ്ബേ, അതിലൊരു ബുദ്ധിമുട്ടും നീ കാണിക്കരുതേ റഹ്മാനെ. എല്ലാം നോർമലാക്കണേ റഹ്മാനെ. രോഗികളായിട്ടുള്ള ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. പ്രഷർ, കൊളസ്ട്രോൾ, ഷുഗർ, പല നിരക്കുള്ള ശരീരത്തിൻ്റെ അസ്വസ്ഥതകളുള്ള സഹോദര സഹോദരിമാരുണ്ട്. എല്ലാവരുടെയും രോഗങ്ങളെ നീ ശിഫയാക്കണേ റഹ്മാനെ. ഇബാദത്തുകൾക്ക് തടസ്സമാകുന്ന രോഗങ്ങൾ നൽകി ഞങ്ങളെ പരീക്ഷിക്കരുതേ റഹ്മാനെ. നിന്റെ പൊരുത്തത്തിലായി ഞങ്ങൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയടക്കം ഞങ്ങളുടെ ഒരുപാട് ഉമ്മമാര് ഉപ്പമാര് രോഗികളാണ്. പടച്ചവനെ, നീ ശിഫയാക്കണേ റഹ്മാനെ. ഒരുപാട് കാലം അവരുടെ തണൽ ഞങ്ങൾക്ക് ആഫിയത്തോടെ നീ നിലനിർത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, അവർക്കും ഞങ്ങൾക്കും നിന്റെ പൊരുത്തത്തിലായി ദീർഘായുസ് നൽകണേ റഹ്മാനെ. ഇവിടെ ഒരുമിച്ച് കൂടി ആമീൻ പറയുന്ന എല്ലാവരുടെയും ഹലാലായ മുറാദുകളെ നീ വീട്ടണേ റഹ്മാനെ. കടങ്ങളുള്ളവര്, വീടില്ലാത്തവര് എല്ലാം നിനക്കറിയാം. അതിനുള്ള വഴി നീ തുറന്നു കൊടുക്കണേ റഹ്മാനെ. ഹലാലായ നിലക്കുള്ള ജോലിയില്ലാത്തവർ അതിനുള്ള പരിഹാരം കാണണേ റഹ്മാനെ. അല്ലാഹുവേ, ദുനിയാവിൽ ഒരു കാര്യത്തിലും ഒരാളുടെ മുമ്പിലും ചോദിക്കാതെയും തലകുനിപ്പിക്കാതെയും യാചിക്കാതെയും ഞങ്ങളെ നീ ജീവിപ്പിക്കണേ റഹ്മാനെ. പടച്ചവനെ, മരിക്കുന്നത് വരെ ഞങ്ങളെ ഇസ്സത്തിലാക്കി തരണേ റഹ്മാനെ. ദുനിയാവും ആഖിറവും ഇസ്സത്തിലാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ വീടുകളിൽ കുടുംബങ്ങളിൽ പരസ്പര സ്നേഹവും ഐക്യവും സമാധാനവും നീ നൽകണേ റഹ്മാനെ. പ്രത്യേകിച്ച് ഞങ്ങളുടെ ജമാഅത്തിൽ നീ പരസ്പരം ഐക്യം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഒരാളെങ്കിലും പറഞ്ഞാൽ എല്ലാവരും അവർക്ക് വിയോജിപ്പുണ്ടെങ്കിൽ പോലും അനുസരിക്കുന്ന നല്ല ഒരു മനസ്സ് ഈ ജമാഅത്തിലെ മുഴുവൻ അംഗങ്ങളെയും ഖൽബിൽ നീ ഇട്ടുകൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഇതിൻ്റെ സമീപ ജമാഅത്തുകളിലും നീ ഖൈറും ബറക്കത്തും നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഈ വിശുദ്ധ റമളാൻ ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി പറയുന്ന മാസമാക്കണേ റഹ്മാനെ. നീ പൊരുത്തപ്പെട്ട രീതിയിൽ ഇഖ്ലാസുള്ള അമൽ ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളുടെ ദുആനെ നീ സ്വീകരിക്കണേ റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളുടെ സമ്പാദ്യം ഞങ്ങളുടെ ശിഷ്യന്മാരാണ്, ശിഷ്യകളാണ്, ദീനിന് ഖിദ്മത്ത് ചെയ്യുന്ന നല്ല മക്കളാക്കണേ റഹ്മാനെ. പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, എല്ലാത്തിലും നീ വിജയിപ്പിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഒരു ചെറുപ്പക്കാരൻ നന്നാവുന്നതിന് വേണ്ടി ഒരു ഉമ്മ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ. നിന്നെക്കുറിച്ചുള്ള ബോധം ആ കുഞ്ഞിൻ്റെ മനസ്സിൽ നീ ഇട്ടുകൊടുക്കണേ റഹ്മാനെ.
അള്ളാഹുവെ നിന്നെക്കുറിച്ചുള്ള ഉമ്മയെക്കുറിച്ചുള്ള ബാപ്പയെക്കുറിച്ചുള്ള നല്ല ചിന്തകൾ നീ ഇട്ടുകൊടുക്കണേ റഹ്മാനെ. തിന്മയിൽ നിന്ന് മാറി മാതാപിതാക്കളെ പറഞ്ഞാൽ അനുസരിക്കുന്ന മോനും മോളുമാക്കി ഞങ്ങൾ